ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയും 17 മുതൽ 20 വരെയുമുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുസഭ നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുക. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരെ പ്രതീകമായി അനുസ്മരിക്കുന്ന സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ് ഇന്ന്. കർത്താവ് 3 വർഷക്കാലം തൻ്റെ കൂടെ കൊണ്ട് നടന്നവരാണ് 12 പേര്. അവിടുത്തെ വലിയ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ഒരു കോർ ഗ്രൂപ്പ് എന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുകയും ഉണ്ടുമുറങ്ങിയും കൂടെ കഴിയാൻ അനുവദിക്കുകയും ചെയ്ത ഈ ശ്രേഷ്ഠ ശിഷ്യന്മാരാണല്ലോ പിന്നീട് സഭയുടെ ആദ്യകാല ചരിത്രത്തിൻ്റെ ഊടും പാവും നെയ്തവർ. കർത്താവ് അവരെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുകയും തിരുത്തലുകൾ നൽകുകയും തൻ്റെ വചനപ്രഘോഷണ ജീവിതത്തിൻ്റെ ഇടനാഴികളിലെ നിഗൂഢതകൾ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. കൂടെ കൊണ്ടു നടന്നു അവർക്ക് ഇടയ്ക്ക് ഈശോ കൊടുക്കുന്ന ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വില്ലേജ് വിസിറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു പ്രോഗ്രാം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയുള്ള ഒരു യാത്ര. അവൻ 12 പേരെയും ഈ 2 പേരായിട്ട് അയക്കുകയാണ് ഇസ്രായേൽ സമൂഹത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്. അവൻ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും അവർക്ക് ആശംസകൾ നേരണം, സമാധാനം ആശംസിക്കണം. നിങ്ങളുടെ വചനം കേൾക്കുന്നവനെ വേലക്കാരൻ കൂലിക്കർഹനാണ് എന്നതുകൊണ്ട് ആ ഭവനത്തിൽ തന്നെ വസിച്ച് അവിടെ വസിക്കുക. നിങ്ങൾ വചനം ശ്രവിക്കാത്തവൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് പുറത്തിറങ്ങണം. പ്രബോധനങ്ങൾ കൃത്യമായി നൽകി ഈശോ അവരെ യാത്രയാക്കുകയാണ്. ഒരു പടി കൂടെ കടന്ന് ഒരുപക്ഷെ മറ്റ് സുവിശേഷകന്മാർ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ന്യായാധിപന്മാരുടെയും നീതിപീഠങ്ങളുടെയും ഒക്കെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ എന്തു സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലചിത്തരാകേണ്ട. നിങ്ങൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ആ സമയത്ത് നൽകപ്പെടും. നിങ്ങളിലൂടെ എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, താൻ തിരഞ്ഞെടുത്ത് ഉയർത്തി ചേർത്ത് പിടിച്ചവർ പിശാചുകളെ ബഹിഷ്കരിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും, വചനപ്രഘോഷകരായിട്ട് കടന്നുപോകും. ആ വഴികളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ശിഷ്യന്മാരെ വളർത്തി ചേർത്ത് പിടിച്ചവൻ അവർക്ക് സംരക്ഷണം ഒരുക്കി ത്രിത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ പരിപാലനയിൽ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള ഉറപ്പാണ് അവൻ കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരിൽ പ്രവർത്തിക്കുമെന്ന് സൂചന ഈശോ നൽകുമ്പോൾ ശിഷ്യന്മാർ നഷ്ടധൈര്യരാകാതെ മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സൂചന ഈ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടുമ്പോൾ ഇത് വൈദികർക്കും സമർപ്പിതർക്കും മാത്രമുള്ള വിളിയായിട്ടല്ല, ഓരോ ക്രിസ്ത്യാനിയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ട വലിയ സദ്വാർത്തയുടെ സുവിശേഷമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ നമ്മളെ കീഴടക്കാതിരിക്കാൻ, രണ്ടുടുപ്പ് വേണ്ട, കയ്യിൽ പണം വേണ്ട, മടിക്കൂത്തിൽ സമ്പാദ്യങ്ങൾ വേണ്ട, പോവുക. നിങ്ങളുടെ വഴിയെല്ലാം അവൻ സുരക്ഷിതമായി കാത്തുകൊള്ളും. വചനപ്രഘോഷണ ജീവിതത്തിൽ മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഇത് അന്വർത്ഥമാകണം. ആശങ്കകളില്ലാത്ത ജീവിതം, അസ്വസ്ഥതകളും ഭയപ്പാടുകളുമില്ലാത്ത ജീവിതം. എൻ്റെ വഴിത്താരകളിൽ എന്നെ താങ്ങാൻ എൻ്റെ തമ്പുരാൻ കൂടെയുണ്ടാകുമെന്നുള്ള
വിശ്വാസത്തോടു കൂടെയുള്ള യാത്ര. ഈ യാത്രയാണ് നമുക്ക് ബലമായിട്ട് തീരേണ്ടത്. ഈ യാത്രയാണ് നമുക്ക് സങ്കേതമായി ഭവിക്കേണ്ടത്. തമ്പുരാൻ കാണിച്ചു തന്ന ആ വഴിയിലൂടെ നമുക്ക് മുന്നേറണം. അവൻ്റെ വചനം പ്രഘോഷിക്കുക നമ്മുടെ ദൗത്യമാണ്. അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ക്രിസ്തു സാക്ഷികളാകാനുള്ള വലിയ വിളി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ അത് തുടരണം. ഭയന്ന് മാറി നിൽക്കേണ്ടവനല്ല ശിഷ്യൻ. അധികാരികളെയും ഭരണകൂടങ്ങളെയും ഭയപ്പെട്ടോടേണ്ടവനല്ല നീ. തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിലപാടുകൾ സ്വീകരിക്കണം. നീ ക്രിസ്തുവിന് വേണ്ടിയാണ് സഹിക്കുന്നത് എങ്കിൽ നിനക്കുള്ള ഇരിപ്പിടം സ്വർഗരാജ്യത്തിൽ സുരക്ഷിതമാണ്. നാടുവാഴികൾ നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സംസാരിക്കും. ആത്മബലം നൽകുന്ന തമ്പുരാൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവമായി പുണ്യമായി നമുക്ക് ഏറ്റെടുക്കണം. ഇനി അങ്ങോട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കലല്ല, അവന് വേണ്ടി ഹോമിക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. എൻ്റെ വഴികൾ നിയന്ത്രിക്കുന്നവൻ, എൻ്റെ ഭാവിയെ ഭാസുരമാക്കുന്നവൻ, എനിക്ക് നല്ല നാളെ ഒരുക്കുന്നവൻ, എനിക്ക് വേണ്ടി കരുതലുള്ളവൻ, അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും. അവൻ എൻ്റെ നാവായി മാറും. എൻ്റെ നാവിലൂടെ അവൻ സംസാരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ അവൻ ജീവിക്കട്ടെ. എൻ്റെ കൈകളിലൂടെ അവൻ മറ്റുള്ളവരെ സഹായിക്കട്ടെ. എൻ്റെ കാലുകളിലൂടെ ഞാൻ അവരിലേക്ക് ഓടിയെത്തട്ടെ. എൻ്റെ കണ്ണുകൾ കൊണ്ട് അവരെൻ്റെ ദുഃഖം കാണാൻ, എൻ്റെ കാതുകൾ കൊണ്ട് അവൻ്റെ നൊമ്പരങ്ങൾ കേൾക്കാൻ, അവനെ ചേർത്ത് പിടിക്കാൻ, അവനെ മാറോട് ചേർക്കാൻ, അവൻ്റെ ദുഃഖങ്ങളിൽ ആശ്വാസമായി ഭവിക്കാൻ എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാറിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഭവനങ്ങളിൽ മാതാപിതാക്കന്മാർ ഒറ്റയ്ക്കാണ്. മക്കൾ വിദൂര ദേശങ്ങളിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഈ മാതാപിതാക്കന്മാർക്ക് താങ്ങാകാൻ, തണലാകാൻ, കൂടെയിരിക്കാനൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈശോ വിളി നൽകുന്നുണ്ട്. സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നേടാൻ പറ്റാത്ത പലതും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭവനങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ, അവരുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ ഒന്ന് കേൾക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ. സാധിക്കുമെങ്കിൽ ശാരീരികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, സാധിക്കുമെങ്കിൽ അവരോടൊത്ത് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ, അവരുടെ കൂടെ ആയിരിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവാഞ്ചലൈസേഷൻ്റെ കാലഘട്ടമാണല്ലോ. യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരുപാട് ജന്മങ്ങൾ നമുക്കുണ്ട്. ജൂലൈ മാസത്തിൻ്റെ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണല്ലോ. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതലോടെ നമുക്ക് കാത്തിരിക്കണം. അവൻ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുത്. അവൻ്റെ ഭാവവും അവൻ്റെ ശൈലിയും അവൻ്റെ ജീവിത സാധ്യതകളുമൊക്കെ ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. സോഷ്യൽ മീഡിയയും രാസലഹരിയുമൊക്കെ അവനെ നയിക്കുമ്പോൾ അവൻ പാപത്തിലേക്ക്, തിന്മയിലേക്ക് കൂപ്പുകുത്തുക സ്വാഭാവികമാണ്. അവരെ നേർവഴിക്ക് നയിക്കാൻ, നന്മയുടെ പാതയിലൂടെ അവർക്ക് കൈത്താങ്ങാകാൻ, ചേർത്ത് പിടിക്കാൻ മാതൃകകൾ ആവശ്യമുണ്ട് അവർക്ക്. എന്നെയും നിങ്ങളെയും പോലെയുള്ള മാതൃകകൾ. ക്രിസ്തുമാർഗത്തിൽ ചരിച്ച് സന്തോഷം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതം കാണുമ്പോൾ അവരുടെ വഴികൾ തിരുത്താൻ അവർക്ക് സാധിക്കും. അവരോട് പരുഷവാക്കുകൾ പറയാതെ, കോപിച്ചകറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് നന്മ വഴികളിലൂടെ അവരെ നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാകാതെ ചേർത്ത് പിടിക്കപ്പെട്ടവരാണ് അവരെന്നുള്ള ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ ഉരുവാകട്ടെ. ഒരുപക്ഷെ അവരവരുടെ ലോകത്ത് സുരക്ഷിതരാണ് എന്നവർ കരുതുന്നുണ്ടാകും. പക്ഷേ യഥാർത്ഥ ശക്തിയും അനുഗ്രഹവും ചൊരിയുന്നവൻ, യഥാർത്ഥ അഭയമായി തീരുന്നവൻ ക്രിസ്തുനാഥനാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മുടെ യുവ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകളുടെയും പിന്നാലെ പരക്കം പായാൻ ചേട്ടന്മാരെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. അവരെയും തിരുത്തണം. അവരെയും ക്രിസ്തു മാർഗത്തിലൂടെ നയിക്കണം.
അവരുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റണം. അവരുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമായി ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ വഴികൾ ഇരുളടഞ്ഞു പോകാതിരിക്കട്ടെ. അവരുടെ ജീവിതം കുത്തഴിഞ്ഞ നിലയിലാകാതിരിക്കട്ടെ. ചേർത്ത് പിടിക്കലിൻ്റെ വലിയ സുഖം അവരനുഭവിക്കട്ടെ. ക്രിസ്തു മാർഗത്തിലൂടെ അവരെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. അതുകൊണ്ട് ഇനി അടങ്ങിയിരിക്കേണ്ടവരല്ല, ഇനി ഉണർന്നിരിക്കേണ്ടവരാണ് നമ്മൾ. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം കോട്ടയത്ത് കളത്തിപ്പടിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട്. അതിന് നേതൃത്വം നൽകിയിരുന്ന മേരിക്കുട്ടി ചേച്ചി എന്ന സഹോദരി ധ്യാനത്തിൻ്റെ ശുശ്രൂഷകരോട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ലോകം അവസാനിക്കാൻ എത്ര നാളുണ്ട് എന്ന് നമുക്കറിയില്ല. കടന്നു പോകുന്ന ഓരോ വിനാഴികയും എണ്ണി കടന്നു പോവുക. ഇനി അവശേഷിക്കുന്ന നാളുകൾ എത്രയുണ്ട് എന്ന് കൃത്യമായിട്ടൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. എങ്കിലും നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ നിമിഷവും നമുക്ക് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിന്ന് അകന്നവരെ ക്രിസ്തുവിലേക്ക് ചേർക്കാനുള്ള അവസാന വിനാഴികളായി കാണാൻ നമുക്ക് സാധിക്കണം. ചേർത്ത് പിടിക്കുന്നതിൻ്റെ സന്തോഷത്തിലേക്ക് അവരെ ആനയിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുനാഥൻ നമുക്ക് മാർഗ്ഗദീപമാകട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.